ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായി നേതാക്കന്മാർ അഥവാ ആത്മീയ ഗോളത്തിലായിരുന്നാലും ഭൗതിക ഗോളത്തിലായിരുന്നാലും അവർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണല്ലോ. നമുക്ക് ഈ ദിവസങ്ങളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ നേപ്പാൾ അവിടെ കത്തിപ്പുകയുന്നതിനെ കുറിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയെ അവര് ഇംപീച്ച് ചെയ്യുകയും മറ്റുള്ളവർ ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിപ്പാനിടയായി. വീണ്ടും ഫ്രാൻസും പുകയുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഏതാണ്ട് 300ഓളം പേരെ അവിടെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിടുത്തെയും പ്രധാനമന്ത്രിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി മറ്റ് ഭരണം മുൻപോട്ട് പോകുകയാണ്. ഇതെല്ലാം നാം നോക്കുമ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഖത്തറിലും ആക്രമണം ഇസ്രയേല് മുൻപോട്ട് നടത്തി. അവിടെ ഹമാസിന്റെ ഒരു ഉയർന്ന നേതാവിനെ കൊല ചെയ്തു, മറ്റു പലരെ കൊല ചെയ്തു. ഇങ്ങനെ ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് പല വിധത്തിലുള്ളതാകുന്ന യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പരസ്പരം തയ്യാറാകുവാൻ കഴിയാതെയുള്ള എടുത്തുചാട്ടങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പറയുന്നു മോദി നല്ല കൂട്ടുകാരനാണ് എന്ന് പറയുന്നു. തിരിച്ച് ട്രംപിനും പറയുവാനായിട്ടുള്ളത്, തിരിച്ച് മോദിക്ക് പറയുവാനായിട്ടുള്ളത് ഇന്ത്യയും യു എസും തമ്മിൽ സുഹൃത്തുക്കളാണ്, ഇപ്രകാരമൊക്കെ പറയുന്നു. എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് അതികഠോരമായ നിലയിൽ നികുതി താൻ വർദ്ധിപ്പിക്കുവാനായിട്ടിടയായതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നാം പരിശോധിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതുകൊണ്ട് ആത്മീയ ഗോളത്തിലാകട്ടെ ഭൗതിക ഗോളത്തിലാകട്ടെ അവർ നല്ല നേതാക്കന്മാരായിരിക്കണമെന്നില്ല, അവരുടെ രാജ്യം നന്നായി പോകണമെന്നില്ല. ഇന്നത്തെ നേതാക്കന്മാർ തിരുവചനത്തിൽ നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. യെരുശലേമിലെ ഒരു പഴയ ഗവർണറായിരുന്നു നെഹമ്യാവ്. കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിവുണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വാടിയിരിക്കുന്നതാകുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. ആ നെഹമ്യാവിനോട് അവന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാര്യം തിരക്കുന്നു. എന്നാൽ നെഹമ്യാവ് എടുത്തു ചാടി താൻ കാര്യം പറയുകയല്ലായിരുന്നു. താന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് താൻ അതിന് മറുപടി പറയുക. തന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദേശം യെരുശലേം ശൂന്യമായി കിടക്കുന്നതിന്റെ ആ നൈരാശ്യം നെഹമ്യാവ് രാജാവിനോട് പറയുന്നതാണ് നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നു. അതനുസരിച്ച് രാജാവ് നെഹമ്യാവിനെ യെരുശലേം പണിയേണ്ടതിനു വേണ്ടി അയക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നെഹമ്യാവ് എടുത്തുചാടി ഒന്നും ചോദിക്കാതെ പ്രാർത്ഥിച്ചിട്ട് താന് മറുപടി പറയുന്നു. അഥവാ താൻ ചില പ്രവൃത്തികൾ അവിടെ ആസൂത്രണം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു ആസൂത്രണം ഉണ്ടായിരിക്കേണ്ടത് എവിടെയും ആവശ്യമാണ്. ആ നെഹമ്യാവിന്റെ പുസ്തകം 2:7 രാജാവിന് തിരുവള്ളമുണ്ടായി ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. അപ്പോൾ തനിക്ക് അവിടെ പോകേണ്ടുന്നതായ കാര്യങ്ങൾ, ഇടയ്ക്കുള്ള ദേശാധിപതിമാർക്ക് കടത്തിവിടേണ്ടതിന് വേണ്ടിയുള്ള കത്ത്, അവിടെ ചെന്നു കഴിഞ്ഞാൽ
ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതിനു വേണ്ടുന്ന മരം, മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം ഒരു ആസൂത്രണത്തോടുകൂടെ താന് ആ രാജാവിനോട് ചോദിക്കുന്നതും പോകുന്നതുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ ആസൂത്രണമില്ലാതെ പോകുന്നത് കൊണ്ട് കുടുംബങ്ങൾ തകരുന്നു, രാഷ്ട്രങ്ങൾ തകരുന്നു, ഭരണകൂടങ്ങൾ തകരുന്നു. അതെ, ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് മറുപടി പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന നേതൃത്വം എവിടെയും വിജയിക്കുക തന്നെ ചെയ്യും. അല്ലാത്തടുത്ത് പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഏക കാരണം മനുഷ്യൻ അവന്റെ തന്നിഷ്ടത്തിലൂന്നി മുൻപോട്ട് പോകുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിൽ താണിരുന്നുകൊണ്ട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോകുന്ന ഭരണകൂടങ്ങളെ, വ്യക്തികളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ആ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.